എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രതാപൻ രാവിലെ പത്രമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രതാപന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോ ഫ്രണ്ട് സേവിയറാ വിളിക്കുന്നത്. എന്താടാ സേവിയറെ, എന്താ വിശേഷം ചോദിക്കുക. അതെ, ഒരു വിശേഷമുണ്ട് പ്രതാപേട്ടെന്ന് പറയണ. പിന്നീട് വിശേഷം പറയാ, മറ്റൊന്നുമല്ല, സേതുവിനെ പോലീസ് പിടിച്ച കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ പ്രതാപൻ എന്തെന്നില്ലാത്ത സന്തോഷം. ഈ സമയത്താണ് പത്മജി അങ്ങോട്ട് വരുന്നത്. അല്ല, ആരാ പ്രതാപേട്ട വിളിച്ചെന്ന് ചോദിക്കുക. ഇനി വിളിച്ചാ സേവിയറാ. ഒരു സന്തോഷ വാർത്ത അവൻ പറഞ്ഞെന്ന് പറയാ. സന്തോഷ വാർത്ത അതെന്താ? ആ സേതുവിനെ പോലീസ് പൊക്കിന്ന്. പോലീസ് പൊക്കി എന്തിനാ? പെണ്ണ് കേസില. ആഹാ, അത് കൊള്ളാലോ, നല്ലൊരു കാര്യമായി പോയല്ലോന്ന് പറയാ. അല്ല, ഇനിയിപ്പോ എനിക്ക് സമാധാനമായി. അവൻ എന്താണെങ്കിലും ഒരു കേസിൽ പെടുവാണെങ്കിൽ, ഒരു വർഷത്തെ ഉള്ളിൽ കേസ് പെട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് പറയാം. ഇനിയിപ്പോ അവന്റെ മേൽ കേസ് ചാർജ് ചെയ്തിട്ടുണ്ടോന്ന് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയാം. പത്മജി പറഞ്ഞു, അതെന്താണല്ലോ നല്ല കാര്യമാണെന്ന് പറഞ്ഞിട്ട് പത്മജി അങ്ങോട്ട് പോവാണ്. അങ്ങനെ പോവാൻ സമയത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു. അതെ, ആ ഋതുവിനെ വിളിച്ചിട്ട് ഈ കാര്യം ഒന്ന് പറഞ്ഞേരെ, അവൾക്ക് സന്തോഷമാകട്ടെ എന്ന് പറയാം. അത് ശരിയാവുള്ളൂന്ന് ഓർത്തിട്ട് പെട്ടെന്ന് തന്നെ പ്രതാപൻ ഋതുവിനെ വിളിക്കുകയാണ്. ഋതുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അത് ഋതുമോളെ, നിനക്കൊരു സന്തോഷ വാർത്തയാണെന്ന് പറയും. അല്ല, എന്താ കാര്യം? സേതുവില്ലേ, സേതുവിനെ പോലീസ് പൊക്കിന്ന് പറയും. പോലീസ് പൊക്കി എന്തിനാ? പെണ്ണ് കേസിന്. അവനും അവന്റെ കോളേജിൽ പഠിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നല്ലോ, പല്ലവി ടീച്ചർ, ആ ടീച്ചറേയും കൂടെ പൊക്കിയേക്കെന്ന് പറയണം. ആ, ഇത് നല്ല കാര്യമായിപ്പോയി. ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമല്ലായിരുന്നു. ചൂടോടുകൂടി ഈ വാർത്ത ഞാൻ വീട്ടിൽ അറിയിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഋതു അങ്ങോട്ട് പോവാണ്. ഈ സമയം അടുക്കളയില് അച്ചുവും ചേച്ചിയും പൂർണ്ണിമയൊക്കെ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഋതു അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു, അതെ, എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയും. സന്തോഷ വാർത്തയോ? അതെന്താന്ന് അച്ചു പെട്ടെന്ന് ചോദിക്കണം. ആ സേതു ഉണ്ടല്ലോ, സേതുവിനെ പോലീസ് പൊക്കി പെണ്ണ് കേസിൽ എന്ന് പറയണം. ഇത് കേട്ടോ അച്ചു എല്ലാരും ഒന്ന് ഞെട്ടി. നീ എന്താ ഋതു പറയണെന്ന് ചോദിക്കാം. അതെ, സത്യമായിട്ടുള്ള കാര്യം തന്നെയാ. ഇപ്പൊ പ്രതാപനങ്ങൾ എന്നെ വിളിച്ചു പറഞ്ഞതുള്ളൂ. അതെ, കോളേജിലെ ഒരു ടീച്ചർ ഉണ്ടല്ലോ, എന്തോ പല്ലവി ടീച്ചർ, നമ്മുടെ സ്വാതിനെ പഠിപ്പിക്കുന്ന ആ ടീച്ചറല്ലായിരുന്നോ, ആ ടീച്ചറെ സേതുവിനെ കൂടെ പിടിച്ചെന്ന് പറയാം. ഇത് കേട്ടപ്പം പൂർണ്ണിമ, അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? പുന്നാര മോൻ ഇങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാ. അവനെയൊക്കെ എങ്ങനെ എന്ത് വിശ്വസിച്ച് വീട്ടിൽ നിർത്തും? ഇപ്പൊ തന്നെ കണ്ടില്ലെന്ന് ചോദിക്കുക. ബേബി ചേച്ചി പെട്ടെന്ന് പറഞ്ഞു, സേതു അത്രക്കാരനൊന്നും അല്ലെന്ന് പറയണ. അച്ഛൻ പറഞ്ഞു, എന്റെ വലിയേട്ടൻ ഒരിക്കലും അങ്ങനെ ഒരു കുഴപ്പത്തിൽ ചെന്ന് ചാടത്തില്ല. എന്റെ വലിയേട്ടൻ അങ്ങനത്തെ ഒരുത്തനും അല്ലാന്ന് പറയാണ്. പിന്നെ ഞാനെന്തിനാ വല്ല കള്ളത്തരം പറയണോ? കള്ളത്തരം പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. അല്ലെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നോക്ക്, സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാവും. അവന്റെ കയ്യിൽ ഓരോന്നോരോന്നായിട്ട് പുറത്തു ചാടാൻ തുടങ്ങി. മനസ്സിലായില്ലേ? പൊന്നുമടത്തിൽ ഇത്തരക്കാരനെയൊക്കെ പിടിച്ച് കയറ്റി വെച്ചിരിക്കുന്നത്. കൊള്ളാം, നല്ല കഥയായിപ്പോ എന്നും പറഞ്ഞുകൊണ്ട് പോവാണ്. ഈ സമയം സേതുവിന് എന്ത് ചെയ്യണമെന്നറിയില്ല. പല്ലവി അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. സേതുവിന്റെ അടുത്ത് ശ്രീഹരിയും ഉണ്ണിക്കുട്ടനും മിത്രേട്ടനും എല്ലാവരും ഉണ്ട്. അപ്പൊ ശ്രീഹരി വന്നിട്ട് പറഞ്ഞു, സേതുവേട്ടാ, ഇങ്ങനെയൊക്കെ ആയിത്തീരും നമ്മൾ പ്രതീക്ഷയോ? ഇനി എത്രയും പെട്ടെന്ന് തന്നെ പല്ലവി ചേച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുകൊണ്ട് ഇനിയിപ്പോ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് പല്ലവി ചേച്ചിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറയാം. മിത്രേട്ടൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, എന്റെ വീട് ഞാൻ തരാം, നീ അവിടെ താമസിച്ചോളാൻ പറയണം. വേണ്ട, അതൊന്നും ശരിയാകത്തില്ലെന്ന് പറയും. ഉണ്ണിക്കുട്ടൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് രജിസ്റ്റർ മാരേജ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. രജിസ്റ്റർ മാരേജ് ചെയ്ത് ആ പ്രശ്നങ്ങളൊന്നും വരത്തില്ലല്ലോ. ഇനിയിപ്പോ ഭാര്യയായിട്ട് നിനക്ക് കൊണ്ട് താമസിപ്പിക്കാൻ പറ്റൂല്ലോ എന്ന് പറയാം. ഇതെല്ലാം കേട്ട് ഇനിയിപ്പോ സേതു, നിങ്ങളൊക്കെ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ? അതിന് മാത്രം അവൾ ഞാനോട് യാതൊരു അടുപ്പില്ല. അവൾക്ക് ഇപ്പോഴും എന്നോട് ആ ഒരു സ്നേഹമില്ലെന്ന് പറയണം. എന്നിട്ട് ഞാൻ സേതുവായിട്ട് ഇഷ്ടമാന്ന് പറഞ്ഞു. അതവളുടെ അച്ഛന്റെ അമ്മയുടെയും ആ ഇന്ത്യന്റെ മുന്നിലേക്ക് അവൾ പിടിച്ചിരിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമല്ലേ, അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ഇല്ല. ഞാനും അവളും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറയാം. അവള് വെറുതെ ജയിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ. ഓ, അങ്ങനെയാണല്ലേ? ശ്രീഹരി പറഞ്ഞ്, സേതുവേട്ടൻ വിഷമിക്കണ്ട കേട്ടോ, അധികം വൈകാതെ തന്നെ സേതുവേട്ടനോട് പല്ലവി ചേച്ചി ഇഷ്ടം തുറന്നു പറയും. എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഉണ്ണിക്കോട്ടൻ പറഞ്ഞു, ശരിയാ, ഒരു വീട്ടില് അടുത്തടുത്ത മുറികൾ ചിലപ്പോൾ താമസം ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയാം. ഒരു വീട്ടിലോ? അല്ല, ഇനിയിപ്പൊ പല്ലവി ചേച്ചിനെ ഇപ്പൊ തന്നെ താമസിപ്പിക്കാൻ പറ്റില്ലല്ലോ. ശ്രീഹരി പറഞ്ഞു, ഒരു കാര്യം ചെയ്താലോ, നമുക്കൊരു ഹോസ്റ്റൽ എന്തെങ്കിലും നോക്കിയാലോ? മിത്രം പറഞ്ഞേ, അത് ശരിയാവത്തില്ല. ഹോസ്റ്റൽ നോക്കിയിട്ടുണ്ട്, ചിലപ്പോൾ അവിടെ ആ ഇന്ദ്രന്റെ ശല്യം ഉണ്ടാവും. ഇന്ദ്രൻ അവിടെയും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കാൻ ചെല്ലും. അതൊന്നും ഒരിക്കലും ശരിയാവുന്ന കാര്യമില്ല. ഇനിയിപ്പൊ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഈ സമയം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാതെ മറ്റേ ആളും കൂടെ ഉണ്ടായിരുന്നു, പൂർണ്ണിമ ആകെപ്പാടെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് കുറുപ്പേട്ടൻ സേതുവിനെ വിളിക്കുന്നത്. സേതുവിനെ വിളിച്ചിട്ട്, സേതു, എന്തൊക്കെയാടെ കേൾക്കണേ? അവിടെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുക. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ എന്താന്ന് ചോദിക്കുക. പിന്നീട് കുറുപ്പേട്ടനോട് സേതു നടന്ന കാര്യങ്ങളെല്ലാം പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കുറുപ്പേട്ടൻ ചോദിച്ചു, അല്ല, നിന്റെ പരിപാടി എന്താ? എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എത്രയും പെട്ടെന്നൊരു വീട് വാടകയ്ക്ക് എടുക്കണം. പിന്നീട് പല്ലവിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറയാം. ഒരു കാര്യം ചെയ്യ, നീ പേടിക്കണ്ട, ഒരു വീട് എങ്ങനെ ഞാൻ സംഘടിപ്പിച്ചു തരാം, നീ ധൈര്യമായിട്ട് ഫോൺ വെക്കാൻ പറഞ്ഞിട്ട് കുറുപ്പയുടെ ഫോൺ വെച്ചിട്ട് നേരെ പൂർണ്ണിമയുടെ അരിയിലേക്ക് എല്ലുവാണ്.
പൂർണ്ണിമ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നീട് കുറുപ്പേട്ടനോട് എന്താ കുറുപ്പേട്ട കാര്യങ്ങൾ സേതു എന്ത് പറഞ്ഞു ചോദിക്കുകയാണ്. സേതു പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുക. ഓഹോ അങ്ങനെയാണല്ലേ, ഒരു കാര്യം ചെയ്യ കുറുപ്പേട്ട, സേതുവിനെ വിളിക്കുക. സേതുവിനോട് ഒരിടത്തേക്കും പോകണ്ട, ഒരു വാടക വീടും അന്വേഷിക്കണ്ട, അവനോട് ഇങ്ങോട്ട് വരാൻ പറയുന്നു പറയാണ്. അല്ല സേതു വരുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു കാര്യം ചെയ്യ കുറുപ്പേട്ടന് ഫോൺ ഇങ്ങോട്ട് വിളിച്ചാട്ടെ, ഞാൻ സംസാരിക്കാന്ന് പറയാം. അങ്ങനെ കുറുപ്പേട്ട ഫോൺ വിളിച്ചു കൊടുത്തു. അങ്ങനെ ഫോൺ എടുത്തപ്പോൾ സേതു എന്താ കുറുപ്പേട്ട കാര്യങ്ങൾ, വാടക വീടിന്റെ കാര്യം ശരിയായെന്ന് ചോദിക്കാം. പെട്ടെന്ന് പൂർണ്ണിമ പറഞ്ഞു, അതെ ഇനിയിപ്പോ വാടക വീടിന്റെ കാര്യമൊന്നും നോക്കുന്നില്ല, നീ അവളെയും കൂട്ടി ഇങ്ങോട്ട് പോരെ, ഈ പൊന്നുമടത്തിലേക്ക് പോരാൻ പറയണേ. അത് ശരിയാകത്തില്ല. എന്താടാ, ഞാൻ വിളിച്ചോണ്ടാണോ? നിന്റെ അമ്മ ലക്ഷ്മി വിളിക്കുന്നതായിട്ട് കരുതിയാൽ മതി. നിന്റെ അച്ഛനുണ്ടെങ്കിലും ഇതുപോലെ തന്നെയാ, നിന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരത്തുള്ളൂ. ഇത് നിന്റെയും കൂടെ വീടാ. ധൈര്യമായിട്ട് അവളുടെ കൈയും പിടിച്ചോണ്ട് നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്യുവാണ്. സേതുവിന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് കുറുപ്പേട്ടനോട് പറഞ്ഞു, അതെ ഞാൻ സേതുവിനെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, അവൻ വരും കുറുപ്പേട്ട, എനിക്ക് ഉറപ്പുള്ള കാര്യമെന്ന് പറയണം. അപ്പോഴേക്ക് ഋതു ഇങ്ങോട്ട് വന്നു. ഋതു എന്നിട്ട് അമ്മ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞാൽ എന്താ കുറ്റം ഇരിക്കണേ? ഉറപ്പായിട്ടും അവളെയും കൂട്ടിക്കൊണ്ട് അവനും ഇങ്ങോട്ട് വരുമെന്ന് പറയാം. അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കണ്ടവന്മാർക്കൊന്നും ഇവിടെ താമസിക്കാൻ പറ്റില്ല. കണ്ടവന്മാർ ആരുടെ നിന്റെ കണ്ടവന്മാരാ? ഈ സമയം അച്ചു വന്നിട്ട് പറഞ്ഞു, അത് വെള്ളിയേട്ടനാന്ന് പറയണം. വെള്ളിയേട്ടൻ പെണ്ണ് കേസിലാകത്താൻ പോകുന്നവനാ വെള്ളിയേട്ടൻ. ഇതേ ഇനി ഇത് മതി അടുത്തൊരു പ്രശ്നം ഉണ്ടാവാനായിട്ട്. ആ പെണ്ണിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്, അതിന്റെ പേരിൽ എന്തൊക്കെ ഉണ്ടാവും അറിയാലോ. ആ പെണ്ണിന്റെ കല്യാണം ഓൾറെഡി ഒന്ന് കഴിഞ്ഞതാ. ഇനിയിപ്പോ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ കിട്ടുകയും ചിലപ്പോൾ ഇങ്ങോട്ട് വരും. ഈ കുടുംബത്തിൽ കിടന്ന് പ്രശ്നം ഉണ്ടാവും. ആകെ പാടെ നാറ്റ് കേസാവും എന്ന് പറയാം. ഋതു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ വലിയ വലിയ കാര്യത്തിനൊന്നും തലവേണ്ട. ഒരു കാര്യം ഞാൻ തീരുമാനിച്ച തന്നെയാ. അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യം ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്ന നീ ആയിരിക്കും. പറഞ്ഞില്ലാന്ന് വേണ്ടാന്ന് പറയാം. ഋതുവിന്റെ മുഖങ്ങൾ കടന്നൽ കുത്തിയ പോലെ. അപ്പോഴേക്കും പ്രതാപൻ അങ്ങോട്ട് എത്തി. പ്രതാപൻ എന്നിട്ട് ചോദിച്ചു, അല്ല ചേച്ചി എന്തായി പറയണേന്ന് ചോദിക്കുക. എന്താടാ? അല്ല അവളിങ്ങോട്ട് എന്തിനാ അവളെ അവനെയും കൂട്ടിക്കൊണ്ട് വരുന്നേ? അതെ അവന്റെ പെണ്ണാവള്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് അവളിവിടെ കാണും. ഓഹോ അപ്പൊ ചേച്ചി രണ്ടും കൽപ്പിച്ചല്ലേന്ന് ചോദിക്കുക. പിന്നെ അല്ലാതെ, നിനക്കറിയാലോ മാധവയുടെ സേതുവിന്റെ കാര്യത്തിൽ വിൽപത്രത്തിൽ എഴുതി വെച്ച് എന്താന്നുള്ള കാര്യം. അപ്പൊ സേതുവിന്റെ പെണ്ണ് ഈ കുടുംബത്തിലാണ് താമസിക്കുന്നത്. അവനും കൂടെ അവകാശപ്പെട്ട വീടാ അത്. അതുകൊണ്ട് അവൻ ഒരിടത്തേക്കും പോകുന്നില്ല, ഈ വീട്ടിൽ തന്നെ താമസിക്കുമെന്ന് പറയാം. ചേച്ചി ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട്, എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല. അച്ചു പറഞ്ഞു, അത് ഋതു ഇനി നീ കൂടുതൽ കളിക്കാൻ പോകണ്ട. ഇനിയിപ്പോ സേതുവേട്ടൻ കൊണ്ടൊരു പരാതി കൊടുക്കുക, തന്റെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങാനായിട്ട് നീ ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അകത്തു പോയി കിടക്കും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് അച്ചു അങ്ങോട്ട് അകത്തേക്ക് കയറി പോണ. ഋതുവിന് എന്ത് ചെയ്യണം നടത്തില്ല. ഋതു പെട്ടെന്ന് പ്രതാപന്റെ കൈയെ പിടിച്ചിട്ട് പറഞ്ഞു, അങ്കിൾ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോഴൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് പല്ലവിയുടെ അടുത്തേക്ക് സേതു എന്നിട്ട് പറഞ്ഞു, അതെ നമുക്കൊരു കാര്യം ചെയ്യാം, പൊന്നുമടത്തിലേക്ക് പോയാലെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം പല്ലവി വെച്ച് പൊന്നുമടത്തിലേക്ക് ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നിന്നെ സേഫ് ആയിട്ട് എവിടെയെങ്കിലും കൊണ്ടേ ആക്കാൻ പറ്റുന്ന ഏക സ്ഥലം പൊന്നുമടം തന്നെയാ. വേറെ ഒരിടത്തും നിന്നെ എനിക്ക് കൊണ്ടേ ആക്കാൻ പറ്റില്ല. അറിയാലോ ആ ഇന്ദ്രന്റെ ശല്യം എവിടെയോ ഉണ്ടാവും. പൊന്നുമടത്തിലാണെങ്കിൽ പിന്നെ ആ പേടി വേണ്ട, അവിടെ അത്ര ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാം. ശ്രീഹരി പറഞ്ഞു, അവരുടെ ജീവനും കൂടെ അപകടത്തിലാവൂലേ സേതുവേട്ടാ? അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, ഞാനില്ല അവിടെ. അത് പോരാത്തിന് ബാക്കി എല്ലാവരും ഇല്ലേ, അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് പറയണം. അവസാനം പല്ലവിക്ക് സമ്മതിക്കേണ്ടതായിട്ട് വന്നു പൊന്നുമടത്തിലേക്ക് വരാനായിട്ട്. അങ്ങനെ അവർ പൊന്നുമടത്തിലേക്ക് വരിക. അപ്പോഴേക്കും പ്രതാപന്റെ കൈയും പിടിച്ചോണ്ട് ഋതു ഒരു സൈഡിലേക്ക് പോയിട്ട് പറഞ്ഞു, അതെ പ്രതാപനങ്ങളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു കാരണവശാലും അവറ്റകളെ ഇവിടെ താമസിപ്പിക്കില്ലെന്ന് പറയാം. ഞാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിന്റെ അമ്മ എടുത്ത തീരുമാനമല്ലേ, അതൊക്കെ ശരി തന്നെയാ. പക്ഷെ എങ്ങനെയാ സേതുവിനെ ഇവിടുന്ന് പായിക്കണം? കൂടെ ഇപ്പൊ കയറി വരാൻ പോകുന്ന പെണ്ണിനെ ഒരു കാരണവശാലും അമ്മ അവളെ ഇവിടെ വെച്ച് വാഴിക്കലെന്ന് പറയാം. ഈ സമയം വേവിച്ചേച്ചി നിലവിളക്കൊക്കെ തേച്ച് കഴുകി എടുക്കുക, തേച്ച് ഉടച്ചൊക്കെ എടുക്കുക. പെട്ടെന്ന് പൂർണ്ണിമ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞതേ നിലവിളക്കിന്റെ കാര്യമൊന്നുമില്ല, നിലവിളക്കൊക്കെ വെച്ച് കയറ്റുന്ന കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ കൈ പിടിച്ച് കയറ്റിയാൽ മാത്രം മതി എന്ന് പറയാം. എന്നാ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാണ്. അപ്പോഴാണ് ഒരു കാർ വന്ന് നിൽക്കുന്നത്. അത് മറ്റാരുടെ ആയിരുന്നില്ല, സേതുവിന്റെ കാർ. സേതു കാറിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. സേതുവിനെ കണ്ടു പൂർണ്ണിമയും അച്ചൊക്കെ കൂടെ ഓടി വരുവാണ്. ഋതുവും പ്രതാപനും അത് കണ്ടു. ഋതു പറഞ്ഞു, അവൻ വരുന്നുണ്ട്, കൂടെ ആ പല്ലവി ഉണ്ടെന്ന് പറയണം. കേറി വരട്ടെ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാന്ന് പറയണം. അങ്ങനെ അവരെ കണ്ടത് ഓടി അച്ചും കൂടെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട്. പിന്നീട് പൂർണ്ണിമ എന്നിട്ട് പല്ലവിയോട് ബാ മോളെ എന്ന് പറഞ്ഞ് കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഒരു നിമിഷം പതറി നിൽക്കുവാണ് പല്ലവി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.